രാവിലെ എനിക്ക് ഫ്രഷാന്ന് പറഞ്ഞാൽ പല്ലേക്ക് കുളിയൊന്നുമില്ല. അങ്ങനെ നേരെ സൈക്കിൾ എടുത്ത് ഇറങ്ങി. അങ്ങനെ നോക്കുമ്പോൾ ബന്നേരി ഫോറസ്റ്റ് വരെ അങ്ങോട്ട് സൈക്കിളുമ്പോൾ പോകാന്ന് പറഞ്ഞു കേട്ടത്. സത്യമംഗലം ഫോറസ്റ്റ് ആയാലും പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തില്ല. ബന്നേരി ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് അവിടെ വരെ കടത്തുമോ എന്നുള്ളത് ഉറപ്പില്ല. സൈക്കിൾ ആയിരുന്നു നോക്കി നോക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. എറണാകുളത്ത് വെച്ച് കാണാൻ വിചാരിച്ചിട്ടുള്ള റോളിനെ നേരെ സൈക്കിൾ എടുത്തിട്ട് വിട്ടു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഷോർട്ട് കട്ട് ആണ്. ഒരു ഷോർട്ട് കട്ട് എടുത്ത് നോക്കിയതാ. കാലത്ത് തന്നെ ഗംഭീര പണിയായിട്ട് അണ്ണന്മാരെ വിളിക്കിരിക്കുന്ന വഴി കിടന്നത്. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് പോവുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താവുന്നുള്ള കാര്യം ഒരു ഉറപ്പില്ല. ആകെ പെട്ട അവസ്ഥയല്ല പോണത്. പിന്നെ ഒരു ചേട്ടൻ പറഞ്ഞു ഈ ലോറിക്കാരോട് കൈ കാണിച്ച് പറഞ്ഞാൽ മതി, അപ്പോൾ അവർ അങ്ങോട്ട് കടത്തിയിരുന്നു പറഞ്ഞു. അങ്ങനെ വിശന്നപ്പോൾ നേരെ അടുത്തുള്ളൊരു ഇതിൽ കയറിയിട്ട് നേരെ കയറിയിരുന്നു. ഭക്ഷണം ബ്രെഡ് ഉണ്ടായിരുന്നു, ബ്രെഡൊക്കെ കഴിച്ചിട്ട് ഇരുന്നു അവിടെ. അങ്ങനെ ഉച്ചയാകുമ്പോഴേക്കും അങ്ങനെ എത്തണം എന്നുള്ളൊരു മൈൻഡിലാണ് കാലത്ത് തന്നെ തുടങ്ങിയത്. അങ്ങനെ നോക്കുമ്പോൾ ഫോറസ്റ്റ് ഏരിയക്ക് എത്തിയപ്പോൾ ഈ ഒരു വൈബൊക്കെ ഉണ്ട് പോണ വഴിയൊക്കെ കാണുമ്പോൾ. പിന്നെ ആൾക്കാർ മൊത്തത്തിൽ കുറവാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, മെല്ലെ അങ്ങനെ നടത്തി വിട്ടു. നോക്കുമ്പോൾ ഒരു ചെക്കൻ വന്ന് പറഞ്ഞു നല്ല ഭംഗിയിലാക്കി നടത്തും. ഇത്തിരിയുള്ള പൊടിയാണ് പൊടി. അങ്ങനെ നേരെ ചെക്കനായിട്ട് വർത്താനം പറഞ്ഞു. ചെക്കൻ പറഞ്ഞ അടുത്ത് ഡാം ഉണ്ടെന്ന്. അങ്ങനെ ഡാമിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോയി. അങ്ങനെ ഡാമിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ പോണ നേരത്ത് അപ്പുറത്ത് നിന്ന് എന്ത് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അമ്പലത്തിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ളൊരു അമ്പലമുണ്ട്. അങ്ങനെ അമ്പലത്തിൽ എന്ത് പരിപാടിക്ക് നടക്കുക. അങ്ങനെ ഡാമാച്ച കഴിയണമില്ല ചവിട്ടിയിട്ട്. അത്യാവശ്യത്തിന് വലിപ്പമുണ്ട് ഡാമിൻ്റെ വ്യൂ ആസ്വദിച്ച് പോയി. അങ്ങനെ നേരെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ അമ്പലത്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ശൂലം കുത്തണ പരിപാടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് കണ്ടിട്ടൊക്കെ വരാമെന്ന്. നോക്കുമ്പോൾ കാണാൻ പറ്റിയില്ല. അവിടെ ആൾക്കാരൊക്കെ കൂടി തുടങ്ങിയപ്പോഴേക്കും അങ്ങനെ നേരെ ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു ലോറി വിളിച്ചാൽ അതിൽ കയറി വിട്ടോന്ന് പറഞ്ഞു. ആൾക്കൊരു 200 രൂപ കൊടുത്തായിന്ന് പറഞ്ഞു. അങ്ങനെ എങ്ങനെയും കിടക്കണ്ടെന്ന് വെച്ചാൽ 200 രൂപ കൊടുത്ത് കയറിയത് ഓർമ്മയുള്ള. അന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ പെടയാണ്. സൈക്കിളാന്ന് വെച്ചാൽ ബാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴിയാണ് കിടന്നിട്ട് ഞാൻ അതിനനുസരിച്ചിട്ട്. അങ്ങനെ ഫോറസ്റ്റിൽ കൂടെ പോകുമ്പോൾ കുറേ ദൂരം പോയിട്ട് ഒരു ഒറ്റ മൃഗത്തിനും കാണില്ല. ആകെ ഒരു മാന്യണ്ടാണ് ഞാൻ കണ്ടത്. മൊത്തം അത്ര ദൂരം പോയിട്ട് മൊത്തം എത്ര 27 എയർമെൻ്റ് കണ്ടുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ നല്ല വെയിലല്ലേ ലോറിയുടെ മുകളിലും. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ കഴിച്ചു. ഇനി കാട് ഇറങ്ങണ്ട എന്തായാലും, എന്നിട്ടല്ലേ എനിക്ക് ഇറങ്ങേണ്ട ആവശ്യമുള്ളൂ. ഞാൻ അവിടെ മാതിരി ഇന്ന് ആസ്വദിച്ച് പോവുക. അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ സൂര്യൻ്റെ ചൂട് നെറിയെന്തല്ലേ അടിക്കണേ. അങ്ങനെ പിന്നെ കുറേ ഇതിനൊക്കെ കണ്ടുപോയി. കുറച്ച് കഴിയുമ്പോൾ ആൾ പറയണു ഞാൻ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകാമെന്ന്. അങ്ങനെ എണ്ണ നല്ല പണി തന്നു നൈസായിട്ട്. അങ്ങനെ പിന്നെ ഒന്നുമില്ല, നേരെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു ആസ്വദിച്ച് നടക്കാൻ ചോദിച്ചു. അപ്പോൾ ഒരു ഫാമിലി വന്നിട്ട് നേരെ വന്നിട്ട് പറഞ്ഞു മോനെ ഇത് തന്നെ നടക്കാൻ കണ്ട സൈക്കിൾ ഓടിക്കോ, ഇനി ഒരു 15 കിലോമീറ്റർ കൂടി ഉണ്ട് കാട് കഴിയാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഒരു ഷോപ്പ് ഉണ്ടാവില്ല പറഞ്ഞു. ഞാനത് പെട്ടുന്നായി. എൻ്റെ കയ്യിലഞ്ച് വെള്ളമില്ല ഒന്നുമില്ല. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ എന്നെ കൊണ്ട് പറ്റണില്ല എന്ന അവസ്ഥയായി. ഞാൻ വണ്ടികൾക്ക് കൈ കാണിച്ചപ്പോൾ ആരും നിർത്തണമില്ല, ഒന്നും ചെയ്യണില്ല. അങ്ങനെ പിന്നെ എന്താ ചെയ്യാന്നുള്ള അവസ്ഥയായപ്പോൾ പിന്നെ കണ്ണടച്ചിട്ട് പാട്ടൊക്കെ പാടിയിട്ട് കുറച്ച് നേരം ഓടിച്ചു നോക്കി. ഏറ്റവും അവസാനം ഗതി മുട്ടിയപ്പോൾ ആരെ കാണിച്ചിട്ട് വഴി നിർത്തുന്നില്ല. അപ്പോൾ പറഞ്ഞ ഒരു ഉച്ച 1 മണി 1:30 ആവാറായി സമയം. അങ്ങനെ ഒരു ചേട്ടൻ ബൈക്കും തന്നെ കണ്ടപ്പോൾ ആളോടെയും പറഞ്ഞു കാര്യം. ചേട്ടൻ ഒന്ന് എന്നെ അങ്ങോട്ട് കടത്തിയിടയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു 7-8 കിലോമീറ്ററുള്ള സൈക്കിൾ ഓട്ടിയിട്ട് നടന്നു. അങ്ങനെ വയ്യാത്ത അവസ്ഥയിൽ അയാൾ വന്നരണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ വല്ല മൃഗങ്ങളെന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ആളെന്നെ അങ്ങോട്ട് കടത്തി തന്നു. അങ്ങനെ നേരെ ഹോട്ടലിൽ പോയി. നേരെ അവിടെ പോയിട്ടാണ് ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചത്. നോക്കുമ്പോൾ മറ്റേ വന്ന ആളാന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ ഒന്നിനും സമ്മതിച്ചില്ല. അങ്ങനെ തൊട്ടടുത്തുള്ള ഷോപ്പിൻ്റെ സൈഡിൽ തന്നെ ഞാൻ അവിടെ കിടന്നുറങ്ങി. അത്രയും വയ്യാണ്ടായി. രാവിലോട്ടൊന്നും കഴിച്ചിട്ടില്ല കാര്യമായിട്ട്. അങ്ങനെ നേരെ അവിടെ നിന്ന് വിട്ട് നേരെ ഒരു പെട്രോൾ പമ്പിൽ പോയി സെറ്റായി. അങ്ങനെ നോക്കുമ്പോൾ സ്ഥിരം പോലെ തന്നെ അങ്ങനെ നമ്മുടെ കമ്പനിക്ക് ആളെയും കളിപ്പിച്ചിരുന്നു കുറച്ച് നേരം. എന്നാലും എന്നെ അവിടെ നിന്ന് കടത്തി തന്ന ഒരു ദൈവത്തിനെ പോലത്തെ ഒരാളുണ്ടല്ലോ, അയാളെ ശരിക്കൊന്ന് പരിചയപ്പെടാൻ പോലും പറ്റിയില്ല. അങ്ങനെ ആ പെട്രോൾ പമ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലാണ്. 24 hours അല്ല, എന്നാലും അവർ ഫുൾ ടൈം ഉണ്ടാവും. അങ്ങനെ അത്രയും ക്ഷീണമുള്ള ദിവസമായിരുന്നു അന്ന്. അങ്ങനെ നേരെ വന്നിട്ട് ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി കിടന്നു.